ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനിയസ് നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കുഞ്ഞിപ്പത്തിരിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് നമ്മുടെ 18ാമത്തെ എപ്പിസോഡാണ്. മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി കണ്ടോളൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിക്കനാണ്. ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറിയതായിട്ട് മുറിച്ചെടുത്തതാണ്. 1.5 കപ്പ് അരിപ്പൊടി, അത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പാകത്തിന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിന് വേണം എടുക്കാൻ. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. പിന്നെ സവോളയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് 2 സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ കുഞ്ഞിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചെറിയ ഉരുളകളാക്കി എടുക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. അതിനുശേഷം ഇവിടെ കാണിച്ചതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ചെറിയ കോയിൻ്റെ അത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത്രയും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആവിയിലാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ആവിയിൽ തട്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഞാൻ തട്ടിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇത് ആവിയിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റാം. അധിക സമയമൊന്നും നമുക്കിത് ആവിയിൽ വെച്ച് വേവിക്കേണ്ടി വരില്ല. ഒരു 15 മിനിറ്റ് മാക്സിമം ആണ് ഞാൻ എടുത്ത സമയം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ അത്യാവശ്യം നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുകയാണ്. നന്നായി ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സവോളയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 സവോളയാണ്. 2 സവോളയും അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് തന്നെ വേവിക്കണം. അതിനുവേണ്ടി ഞാനത് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സവോള ഒന്ന് വെന്ത് വരുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിരിയെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പത്തിരിയെ നമ്മൾ വേവിക്കാൻ വേണ്ടി തൊട്ടിപ്പുറത്തെ ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ കുഞ്ഞിപ്പത്തിരി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ സവോളയും അത്യാവശ്യം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിരിക്കുന്ന 1 നുള്ളാണ്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവിനനുസരിച്ച് മാറ്റാം. എല്ലാ പൊടികളും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പൊടികളെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി തക്കാളി മൂടി വെച്ചു. ഏകദേശം നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ
ഈ ഒരു കൂട്ടിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കുക. മസാല ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വേകുക. ഇനി അങ്ങനെ വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായ വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയി. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുഞ്ഞിപ്പത്തിരി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. 15 മിനിറ്റ് തന്നെ ധാരാളമാണോ ഒന്ന് വെന്ത് കിട്ടാൻ. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്തു, വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് വെന്തിരിക്കുന്ന കുഞ്ഞിപ്പത്തിരി ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ബട്ടൻ്റെ വലുപ്പമേ കുഞ്ഞിപ്പത്തിരിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. വലിയ ഉരുളകളാണെങ്കിൽ അത് വലുതായി പോകും. നമുക്ക് ചെറുത് മതി. ചിക്കനിലേക്ക് പത്തിരി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് പത്തിരിയിൽ പിടിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇതേ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.